നമുക്കറിയാം കഴിഞ്ഞ ദിവസങ്ങളിൽ ചേർത്തലയിൽ ഒരു അത് സീരിയൽ കില്ലിംഗ് രൂപത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. 4 സ്ത്രീകളെയാണ് ഇപ്പോൾ കാണാതായിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ആ 4 സ്ത്രീകളുടെയും അവശിഷ്ടങ്ങൾക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ചേർത്തലയിൽ നടക്കുന്നത്. അത് തിരോധാന കേസിൽ നിന്ന് തുടങ്ങി ഇപ്പോൾ ചേർത്തലയിലെ പള്ളിപ്പുറം സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്ന് സെബാസ്റ്റ്യനാണ് പ്രതിയാകുന്നത് എന്നാണ് കാര്യങ്ങളിലേക്ക് പോകുന്നത്. അത് പത്രങ്ങൾ വളരെ വിശദമായി നൽകിയിട്ടുണ്ട്. 4 സ്ത്രീകളുടെ തിരോധാനം, സെബാസ്റ്റ്യൻ്റെ വീട്ടിൽ നിന്നും കൂടുതൽ അസ്ഥികൾ കണ്ടെടുത്തു എന്നാണ് പറയുന്നത്. ദുരൂഹ സാഹചര്യത്തിൽ കാണാതായ 4 സ്ത്രീകളെ കാണാതായ സംഭവത്തിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ചേർത്തല പള്ളിപ്പുറം സ്വദേശി സെബാസ്റ്റ്യൻ്റെ, അദ്ദേഹത്തിന് 68 വയസ്സുണ്ട്. അത് 4 കൂടുതൽ അസ്ഥികൾ കണ്ടെടുത്തു എന്നുള്ളതാണ് വാർത്ത. എന്തായാലും അതിൽ ചേർത്തല കടക്കരപ്പള്ളി സ്വദേശിനി ബിന്ദു, വാരനാട് സ്വദേശി ഐഷ, കോട്ടയം സ്വദേശി ജൈനമ്മ, ചേർത്തല സ്വദേശിനി സിന്ധു, ഇങ്ങനെ 4 പേരെയാണ് കാണാതായിട്ടുള്ളത്. കൂടുതൽ അസ്ഥികൾ കണ്ടെടുക്കുമ്പോൾ സ്വാഭാവികമായും വലിയ രൂപത്തിലുള്ള ഒരു സീരിയൽ കില്ലിംഗ് രൂപത്തിലേക്കാണ് കാര്യങ്ങൾ പോകുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അത് കേരള കൗമുദി 1-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുണ്ട്. ഞാൻ എടുത്ത പത്രം മാധ്യമമാണ്. മാധ്യമവും 1-ാം പേജിൽ അത് പ്രധാനപ്പെട്ട വാർത്തയാക്കിയിട്ടുണ്ട്. കേരള കൗമുദിയാണ് 1-ാം പേജിൽ വലിയ വാർത്തയാക്കിയിട്ടുള്ളത്. മറനീക്കി അരുങ്കൊല മറനീക്കി എന്നുള്ളതാണ്. കൂടുതൽ അസ്ഥികൾ ചേർത്തലയിൽ നിന്ന് കിട്ടിയത് 10-ലധികം അസ്ഥികൾ എന്നുകൂടി പറയുന്നുണ്ട്. അങ്ങനെ സ്വാഭാവികമായും അതൊരു വലിയ ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ രൂപത്തിലേക്കാണോ കാര്യങ്ങൾ പോകുന്നത് എന്നുള്ളതാണ് നമ്മളും ആശങ്കപ്പെടുന്നത്. പത്രങ്ങളും ആ രൂപത്തിന് വലിയ പ്രാധാന്യത്തോടെ നൽകിയിട്ടുണ്ട്. മനോരമ ഉൾപേജിൽ നൽകിയിട്ടുള്ള വാർത്ത, സെബാസ്റ്റ്യൻ്റെ വീട്ടുവളപ്പിൽ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളാണ്, അസ്ഥികളെല്ലാം കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങൾ എന്നാണ് മനോരമ നൽകുന്നത്. അവിടെ അസ്ഥികളാണെങ്കിൽ ഇവിടെ കൂടുതൽ മൃതദേഹാവശിഷ്ടങ്ങളാണ് മനോരമ പറയുന്നത്. ലേഡീസ് ബാഗും കൊന്തയും ഉൾപ്പെടെ കണ്ടെടുത്തു. വീടിനുള്ളിലും പുറത്തെ കുളിമുറിയിലുമൊക്കെ രക്തക്കറയും ഒക്കെ കാണുന്നു. വലിയ രൂപത്തിലേക്ക് ഒരു സീരിയൽ കില്ലിങ്ങിൻ്റെ രൂപത്തിലേക്ക് ആദ്യ ദിവസങ്ങളിൽ ആ വാർത്തയുടെ പ്രാധാന്യം 1-2 ഒരു മാൻ മിസ്സിംഗ് കേസ് പോലെ ആയിരുന്നു. പക്ഷേ ഇപ്പോൾ അത് വലിയൊരു സീരിയൽ കില്ലിങ്ങിൻ്റെ രൂപത്തിലേക്കാണോ പോകുന്നത് എന്നാണ് പത്രങ്ങളും സംശയിക്കുന്നത്. ആ വാർത്തയുടെ പ്രാധാന്യവും അങ്ങനെ തന്നെയാണ്. ഇനി